6 വർഷത്തോളം എടുത്തു ഈ സിനിമ ഇപ്പം പുറത്തിറങ്ങാനായിട്ട്. അപ്പൊ ആൾക്കാർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാവല്ലോ ഈ സിനിമ നടക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞവരുടെ മുന്നിൽ നിന്ന് സിനിമ കണ്ടപ്പോ എന്താ തോന്നിയത് നാട്ടിലെ തിയേറ്ററില്? അവരുടെ കണ്ണീരിൽ ഞാൻ നോക്കി പറയുമായിരുന്നു, എന്റെ സിനിമ ഇതാണ്, നിങ്ങൾ ഇത്ര നാളും ചോദിച്ച സിനിമ ഇതാണ്. ഉം ഉം. പക്ഷെ എന്നാലും ആൾക്കാർ അവർക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൂവ്മെന്റ് പോലെ അവരുടെ കണ്ണിൽ ഞാൻ കണ്ടത്. കുത്തി നോവിപ്പിച്ചവര് ചിലപ്പോ ചിന്തിച്ചിട്ടുണ്ടാവും പിന്നെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? അവര് കുത്തി നോക്കിയാൻ വേണ്ടി ആയിരിക്കില്ല ചിലപ്പോൾ ചോദിക്കുക. ചിലപ്പം ഇങ്ങനെ ആയിരിക്കും, ഓ ഇവൻ സിനിമ ഇനി ഇറങ്ങില്ലേ എന്നുള്ളൊരു പരിതാപകരമായിട്ടുള്ളൊരു ചോദ്യം ആയിരിക്കാം. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, ചിലവർ ചിലപ്പോൾ കുത്തിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് ദൈവം അവർക്കൊരു മറുപടി പോലെ അവരുടെ മുമ്പിൽ കാലം കാണിച്ചു മറുപടി. കൊടുത്തിട്ടുണ്ടാവും. അത് തന്നെ ആയിരിക്കണം. വലിയ സന്തോഷം അതൊക്കെ. മൂൺ വാക്കിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? എന്നെ ഇങ്ങനെ ഇത് എത്തിച്ച് തന്നെ കലാഭവൻ ജയ എന്ന് പറഞ്ഞ മണിച്ചേട്ടൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്തിരുന്ന ഒരാളായിരുന്നു. എന്നുവെച്ചാൽ മണിച്ചേട്ടൻ സിനിമയ്ക്ക് വരുന്നതിന് മുമ്പ് ഇവർ ഒരുമിച്ചായിരുന്നു പ്രോഗ്രാം ചെയ്തത്. കലാഭവനിൽ പഠിച്ച കലാഭവൻ ജയൻ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഈ ജയൻ ചേട്ടൻ്റെ ടീമിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് കൊണ്ടാണ് എനിക്ക് ഇതിലേക്കൊക്കെ എത്താൻ പറ്റിയത്. എന്ന് വെച്ചാൽ അതാണ് അതിൻ്റെ വഴി.